വിവാദ പരാമർശത്തിലും അധിക്ഷേപത്തിലും ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തു. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഹാൻസ് ജോൺ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഹാൻസ്, നേരത്തെ പരാതിക്കാരുണ്ടായിട്ടും കേസെടുക്കാൻ വൈകി എന്നുള്ള വിമർശനവും വാർത്തയും ഒക്കെ വന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അതെ അർച്ചൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ആഹ്വാനം നടത്തിയതിന് പിന്നാലെ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചില്ല. പിന്നീട് വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി ഈ വിഷയം അന്വേഷിക്കാനായി സൈബർ സെൽ വിഭാഗത്തിലെ IG ആയിട്ടുള്ള പി പ്രകാശിന് നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇപ്പോൾ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സ്വമേധയല്ല, പകരം തിരുവനന്തപുരം സ്വദേശിയും അതിനോടൊപ്പം തന്നെ യങ് ഡെമോക്രാറ്റ്സ് എന്ന സംഘടനയുടെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള അഡ്വക്കേറ്റ് അബ്ദുൾ കാസിം, അദ്ദേഹത്തിന്റെ പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ FIR-ൽ ഗുരുതര പരാമർശങ്ങളാണ് ടി.ജി. മോഹൻദാസിനെതിരെ ഉള്ളത്. കാരണം അതിൽ പറയുന്നത് പൊതുസമാധാനത്തിന് ഭംഗം വരുത്തണമെന്ന രീതിയിൽ ഇദ്ദേഹം പ്രവർത്തിച്ചു. ഒപ്പം തന്നെ ലഹള ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ അഭിമുഖം സംപ്രേഷണം ചെയ്തത് എന്നടക്കമുള്ള പരാമർശങ്ങൾ ഈ FIR-ലുണ്ട്. ഒപ്പം തന്നെ അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയുമാണ് ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെ ടി.ജി. മോഹൻദാസിന്റെ പരാമർശത്തിനെതിരെ കേസ് എടുക്കണം, അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SFI-യും AIYF-ഉം അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എല്ലാം കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്കിപ്പോൾ FIR പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹർഷൻ, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ AISF അടക്കമുള്ള സംഘടനകൾ പരാതിയുമായി രംഗത്തെത്തിയതാണ്. പക്ഷേ അതിൽ നടപടി ഉണ്ടായിരുന്നില്ല, കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീടും ടി.ജി. മോഹൻദാസിനൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കാനും അതല്ലെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാനും ഒക്കെയുള്ള അവസരമാണ് പോലീസ് കൊടുത്തത്. ഈ ഞാൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്നുള്ള ഒരു സാഹചര്യം പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമായിരുന്നു അവിടെ, അതല്ലെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലുമായിരുന്നു അവിടെ നിന്ന് പ്രക്ഷോഭകരെ എന്നൊക്കെ പറഞ്ഞത് എന്ന കാരണം പറഞ്ഞാണ്. അതായത് ഞാൻ ആയാൽ അല്ലേ ഉള്ളൂ എന്നുള്ള മട്ടിൽ കാര്യം പറഞ്ഞതാണ് എന്ന് ന്യായീകരിക്കുകയായിരുന്നു ടി.ജി. മോഹൻദാസ്. ആ ന്യായീകരണത്തിൽ കൊളുത്തിക്കിടക്കുകയായിരുന്നു കേരള പോലീസ്. എന്തായാലും ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഹാൻസ് ജോൺ നൽകുന്നത്.